കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് സംസ്ഥാന സർക്കാർ സമരത്തിന് പോകാൻ പോവുകയാണ്. ഫെബ്രുവരി മാസമാണ് സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ സമരം ചെയ്യാൻ പോകുന്നത്. ഈ സമരത്തിന് കൂടെ വരുമോ എന്ന് പ്രതിപക്ഷത്തിനോട് ചോദിച്ചാണ്. പക്ഷേ പ്രതിപക്ഷം പറഞ്ഞു വരാൻ പറ്റത്തില്ലെന്ന്. കുറ്റം കേന്ദ്ര സർക്കാരിന് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെയും കുറ്റമുണ്ടെന്ന് പറഞ്ഞാണ് അവർ മാറിയിരുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ മലയാള മനോരമയ്ക്കകത്തൊരു വാർത്ത വന്നു. വാർത്ത എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായിട്ട് കോംപ്രമൈസ് ചെയ്തു, സമരത്തിൻ്റെ രീതി മാറ്റി എന്നുള്ള രീതിയിലൊരു വാർത്തയാണ് വന്നത്. പക്ഷേ ആ വാർത്ത കയ്യോടെ പിടിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന സർക്കാരിനെതിരെ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് വാർത്താ സമ്മേളനത്തിലും അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. നമുക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ കാര്യമൊന്ന് കേൾക്കാം. കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പ്രക്ഷോഭണം സമ്മേളനമാക്കി മാറ്റിയ ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. ഞങ്ങളെ ക്ഷണിച്ചത്, പ്രതിപക്ഷത്തെ ക്ഷണിച്ചത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനാണ്. ഒരുമിച്ച് സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റയ്ക്ക് സമരം ചെയ്യും എന്ന് LDF പ്രഖ്യാപിച്ചു. പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ സമരം സമ്മേളനമായി മാറ്റിയത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ ഭയന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ചെയ്തത്. കേന്ദ്ര സർക്കാരിനെ പേടിച്ച് സമരത്തിൻ്റെ രീതി മാറ്റിയെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. ഇനി ഇതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്ത് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദിച്ചു, പ്രതിപക്ഷത്തിൻ്റെ ഈ ആരോപണത്തെക്കുറിച്ച് ചോദിച്ചു. അതിന് അദ്ദേഹം നല്ല വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട്. ആ മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. ഡൽഹിയിൽ സമരമല്ല, സമ്മേളനമാക്കി മാറ്റുന്ന പ്രതിപക്ഷം എന്താണ് ഈ സമരത്തിനെ കുറിച്ച്? ഇപ്പൊ സമരം പല രൂപങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഇത് സമരമല്ല, ഇതുവരെ നിങ്ങൾ ഡൽഹിയിൽ പോയിരുന്നോ എന്ന് ചോദിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു അസ്വസ്ഥത വന്നു. അതിന്റെ ഭാഗമായിട്ടൊരു നിർമ്മിതമായിട്ടൊരു കഥയാണ്. സമരത്തിന് പല രൂപങ്ങളുണ്ട്. ധർണ സമരമുണ്ട്, പിക്കറ്റിംഗ് സമരമുണ്ട്, നിൽപ്പ് സമരമുണ്ട്, ഇരിപ്പ് സമരമുണ്ട്, സത്യാഗ്രഹമുണ്ട്, നിരാഹാരമുണ്ട്, ശ്രദ്ധ ക്ഷണിക്കൽ സമരമുണ്ട്. പല രൂപത്തിലുള്ള സമരങ്ങളുണ്ട്. ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതിയ മാധ്യമം വിചാരിച്ച് ഞങ്ങൾ പോയിട്ട് അവിടെ പാർലമെന്റ് വളയുന്നു ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അവിടെ പോയി വേറെ ഏതെങ്കിലും രൂപം. ഞങ്ങൾ പറഞ്ഞത് മന്ത്രിസഭയാകെ അവിടെ പോയി ഇരിക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരെ ഞങ്ങൾ വിളിക്കുന്നത് എന്തിനാ? മറ്റുള്ളവരെ ഞങ്ങൾ വിളിക്കുന്നത് മറ്റ് മുഖ്യമന്ത്രിമാരെയും മറ്റ് പാർട്ടി നേതാക്കന്മാരെയും ഞങ്ങൾ വിളിക്കുന്നത് സമരത്തിൽ ഞങ്ങളോടൊപ്പം വന്നിരിക്കാനല്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഭാഗങ്ങളൊന്നും എടുത്തു നോക്കിയാൽ ഇതാ ഈ സമരത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാറില്ലേ? അപ്പോൾ പ്രക്ഷോഭങ്ങൾക്ക് ഉദ്ഘാടന സമ്മേളനം ഉണ്ടാവും, അഭിവാദ്യം പ്രസംഗിക്കുക. അവർ സമരത്തിൽ പങ്കെടുക്കാനല്ല അവരെ വിളിക്കുക, അവര് അതിനോടുള്ള സമ്മേളനത്തിലാണ് അവർ പ്രസംഗിക്കുക. അല്ലാതെ അവർ ഞങ്ങളിരിക്കുന്ന പോലെ അവിടെ ഫുൾ ടൈം ഈ ഉച്ചവരെയോ അല്ലെങ്കിൽ ഏതോ സമയം അവിടെ കുത്തിയിരിക്കാമുള്ളതല്ല. അവരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത് LDFന്റെ മാത്രം സമരമല്ല, ഇത് കേരളത്തിന്റെ സമരം കൂടിയാണ്. ഭരണഘടനയുടെ ഫെഡറൽ കാഴ്ചപ്പാടിന്റെ സമരമാണ്. അത് ആ രൂപത്തിലല്ല എന്ന് വരുത്തി തീർക്കാണ്ട് ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായി ഇത്തരം വാർത്തകളെ കാണാൻ കഴിയുള്ളൂ. അല്ല, ഞങ്ങൾ എല്ലാവരും അറിയിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നിപ്പോൾ കോടതിയിൽ കേസുണ്ട്, ആ കേസിന്റെ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള എല്ലാ സാധ്യതകളും ഫെഡറലിസം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന നവകേരള സദസ്സിനിടയിൽ എല്ലാ മന്ത്രിമാരും തുടർച്ചയായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സമരങ്ങളുടെ ഒരു പാരമ്പര്യമില്ല, സമരം ചെയ്ത് ശീലമില്ലാത്തൊരു പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്ന്. അതുകൊണ്ട് എങ്ങനെയാണ് സമരം ചെയ്യേണ്ടെന്നൊരു കാര്യത്തിൽ ഒരു ധാരണയില്ല. അത് തന്നെയാണ് പി രാജീവ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ വ്യക്തമായ ഒരു ധാരണ സമരങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനില്ല. അല്ലെങ്കിൽ മനോരമയെ അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കും. അതുകൊണ്ട് പറ്റിയ അബദ്ധമാണ്. ആ അബദ്ധം വ്യക്തമായി തന്നെ അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല ഇന്ന് ദിവസത്തിന് പല പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു. നയപ്രഖ്യാപനത്തിന് അവിടെ ഗവർണറുടെ വക ഒരു ഉഗ്രൻ ഷോ ഉണ്ടായിരുന്നു. ആ ഷോയെക്കുറിച്ചും വ്യക്തമായിട്ട് പി രാജീവ് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അല്ല, അത് ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിസഭ തയ്യാറാക്കിയ നയപ്രഖ്യാപനം അത് അംഗീകരിച്ചു. അത് സാധാരണത്തിൽ അതിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കാവുന്നതാണ്. അങ്ങനെ വായിച്ചാലും അത് സഭാരേഖയുടെ ഭാഗമായി. നയപ്രഖ്യാപനം വായിച്ചതിന് തുല്യമാണ്. ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിച്ചതിന് തുല്യം തന്നെയാണ്. അപ്പോൾ അതങ്ങനെ കണ്ടാൽ മതി എന്ന് തോന്നുന്നു. അത് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് വായിക്കാതിരുന്നതാണോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നന്നായി തന്നെ നിർവഹിച്ചല്ലോ. അല്ല, ഇതിൽ വേറെ നയപ്രഖ്യാപനത്തിൽ അദ്ദേഹം മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം അത് സ്വാഭാവികമായിട്ടും
അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് അപ്രൂവ് ചെയ്തു. അതിന്ന് അദ്ദേഹം അവിടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിച്ചു. അപ്പോൾ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ചായിട്ടുള്ളതാണ്. പിന്നെ അവസാനത്തെ വായിച്ച ഭാഗത്തിനകത്ത് അതിൻ്റെ ആറ്റിക്കുറുക്കിയ അന്തസത്ത അവസാനത്തെ പാരഗ്രാഫിനകത്ത് ഭംഗിയായി തന്നെ ഉണ്ട്. ഞങ്ങളുടെ ഗവൺമെൻറ് കാഴ്ചപ്പാട് എന്താണ്, ഭരണഘടനയുടെ അടിസ്ഥാനശില, ഫെഡറലിസം, ആ ഫെഡറലിസത്തിലെല്ലാം ഈ കാഴ്ചപ്പാടുകളെല്ലാം വരും. അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു വായിച്ച് മനസ്സിലാക്കി തന്നെ നന്നായി അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. കാരണം സഭയിൽ അങ്ങനെ വായിക്കാം, ആദ്യത്തെ ഭാഗവും അവസാനത്തെ ഭാഗവും വായിക്കാം. ചിലപ്പോൾ ഞങ്ങളും മന്ത്രിമാരും വയ്ക്കുമല്ലോ, അതുപോലെ വേണമെങ്കിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാം. എന്തായാലും ഭരണഘടനാപരമായി അദ്ദേഹം നിർവഹിക്കേണ്ട ചുമതല നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗവർണർക്ക് വലിയ രാഷ്ട്രീയ വിമർശനവും അതുപോലെ തന്നെ രാഷ്ട്രീയ ക്യാമ്പയിനുകളുമാണ് ഇടതുപക്ഷം സംസ്ഥാനം. അങ്ങനെയുള്ള ഗവർണർക്ക് ഒരു വാക്കുകൊണ്ട് പോലും ഒരു വിമർശനം നയപ്രഖ്യാപനമുണ്ടായില്ല. അതെന്തുകൊണ്ടാണ് ഈ ഫെഡറലിസത്തിനെ ശക്തിപ്പെടുത്തുന്ന അവസാനം അദ്ദേഹം വായിച്ച ഭാഗം തന്നെ എന്തായിട്ട് അർത്ഥം? എല്ലാ തരത്തിലും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാനുസൃതമായിട്ടുള്ള സ്വയംഭരണത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെതുമായിട്ടുള്ള പദവികളുണ്ട്. ആ ഭരണഘടനാനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഫെഡറലിസത്തിനകത്തുള്ളത്. അതിലെല്ലാ ഭാഗവും വരും. അപ്പോൾ അതിനകത്ത് നയപ്രഖ്യാപനം പൊതുവെ സർക്കാരിൻ്റെ കാഴ്ചപ്പാടുകളാണ്. ഓരോ മേഖല എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത്, ഭരണഘടനാനുസൃതമായിട്ട് മൂല്യങ്ങളെ ഞങ്ങളെങ്ങനെ മുറുകെ പിടിക്കുന്നു, ഞങ്ങളുടെ നയപരമായ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ്, അതെല്ലാം അതിമനോഹരമായി തന്നെ നയപ്രഖ്യാപനത്തിനകത്തുണ്ട്. നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇത്തരം വിമർശനങ്ങളെല്ലാം തന്നെ അതിനകത്തുണ്ട്. അത് നമ്മുടെ നിങ്ങൾ ആദ്യം വിചാരിച്ചതേ, ഇത് മൊത്തത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി. ഇതിന് ഗവർണർക്കെതിരെ ശക്തമായി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം വായിച്ചു എന്നൊരു സ്ക്രിപ്റ്റ്, അത് വിട്ട് പുതിയ സ്ക്രിപ്റ്റ് പിടിക്കും. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം വായിച്ചു, അവസാനം വായിച്ചു. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ മുഴുവൻ വായിക്കുന്നതിൻ്റെ അവർ പറയാതിരുന്നത് അവർ അങ്ങനെയല്ല അവിടെ വിളിച്ചു പറഞ്ഞു. നമ്മളിവിടെ കാണേണ്ടതേ എന്താ ഒത്തുതീർപ്പ് വഴങ്ങൽ. ഞങ്ങൾക്ക് ഒത്തുതീർപ്പ് വഴങ്ങലിൻ്റെ പ്രശ്നമില്ല. ഭരണഘടനാപരമായി ഗവർണർ പ്രവർത്തിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭരണഘടനാനുസൃതമായിക്കൊണ്ട് ബില്ലുകളെ സംബന്ധിച്ച് ഗവർണർ എന്ത് സമീപനം സ്വീകരിക്കണം, ഭരണഘടനാനുസൃതമായി മന്ത്രിസഭയുടെ ഉപദേശത്തിന് വിധേയമായി അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കണം. അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അതൊരു വഴങ്ങലോ അദ്ദേഹം കീഴടങ്ങലോ അല്ല. ഞങ്ങളും അദ്ദേഹവും ഭരണഘടനയ്ക്ക് വിധേയരാകുന്നു എന്നുള്ളൂ. അല്ലാണ്ട് ഗവർണർ മന്ത്രിസഭയ്ക്കോ ഗവൺമെൻറ്റിനോ ഗവൺമെൻറ് അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനങ്ങൾ ഗവർണർക്കോ കീഴടങ്ങുന്നു എന്നുള്ളതല്ല. ഞങ്ങൾ എല്ലാവരും ഭരണഘടനയ്ക്ക് വിധേയരാകുന്നു എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. നാളെ നടക്കുന്ന അരിബോം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ? അല്ല, അതിപ്പോൾ സമയമുണ്ടല്ലോ.